BJP പ്രതിനിധിയിലേക്ക് വന്നാൽ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുന്നു. അഡ്വക്കേറ്റ് പി കെ ശദാസ്, PDT ആചാരി പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് സർക്കാരിന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കും? ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് നമ്മുടെ പ്രതിപക്ഷം പാർലമെൻറ്റിൽ അഡ്ജൺമെൻ്റായിട്ടും 267 റൂൾ പ്രകാരം രാജ്യസഭയിലും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതൊരു ബാഡ് പ്രസിഡന്റ് ആണെന്ന് രാജ്യസഭയിൽ ജഗദീപ് ധൻഖർ പറയുന്നു. ഒറ്റയടിക്ക് പ്രതിപക്ഷം കൊടുക്കുന്ന അടിയന്തര പ്രമേയ നോട്ടീസുകളെ പൂർണ്ണമായും സ്പീക്കർ തള്ളുകയും ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തെ ഒരു ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്താൽ എന്താണ് കുഴപ്പം? ഈ 4 ദിവസം സഭ സ്തംഭിച്ചതിന് പിന്നിൽ സർക്കാരിൻ്റെ പിടിവാശിയല്ലേ? ശ്രീ കൃഷ്ണദാസ്. ഡോക്ടർ അരുൺ, സഭയ്ക്കകത്ത് ഏത് വിഷയവും ഉന്നയിക്കാനും ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണം എന്ന് തീരുമാനിക്കാനും അതിനനുസരിച്ച് അജണ്ട കൊണ്ടുവരാനുമുള്ള അവകാശം പൂർണ്ണമായും പ്രതിപക്ഷത്തിൻ്റേതാണ്. അവർക്കത് ചെയ്യാം. അതിനുള്ള അവകാശവും അധികാരവുമൊക്കെ പ്രതിപക്ഷത്തിനുണ്ട്, പ്രതിപക്ഷ നേതാവിനുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ PDT ആചാര്യ പറഞ്ഞതുപോലെ തന്നെ പാർലമെൻറ്റ് ആരംഭിക്കുന്ന ദിവസം മുതൽ, ശീതകാല സമ്മേളനം ആരംഭിച്ചിട്ട് 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അത് ആരംഭിക്കുന്ന ദിവസം മുതൽ പാർലമെൻറ്റിനകത്ത് ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണം, ഏതൊക്കെ വിഷയങ്ങളിൽ ചർച്ച ഉണ്ടാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു ബിസിനസ് സംവിധാനം ഓൾറെഡി വന്നിട്ടുണ്ട്. ഏതൊക്കെ ബില്ലുകൾ അവതരിപ്പിക്കുന്നു, ഏതൊക്കെ ബില്ലുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, റൊട്ടീൻ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന നടപടിക്രമങ്ങളുമെല്ലാം സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരും. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൽ അതിൽ ഏതൊക്കെ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരണം, അതിൽ ഏതൊക്കെ വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവരണം, അത് പ്രതിപക്ഷത്തിൻ്റെ അവകാശം എന്നുള്ള നിലക്ക് അവർക്ക് കൊണ്ടുവരാം. സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഏത് നടപടിയും കൊണ്ടുവരാം. അതിലൊന്നും ആർക്കും തർക്കമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇവിടെ സ്വാഭാവികമായും രാജ്യത്തിനകത്ത് നടക്കുന്ന കോടതി നടപടികളുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന വിഷയങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനവുമായി ബന്ധമില്ലാത്ത ചില പ്രശ്നങ്ങൾ, ഇതിലൊക്കെ നമ്മുടെ രാജ്യവുമായി ബന്ധമില്ലാത്ത വിഷയമാണോ സംഭൽ വിഷയം? നമ്മുടെ രാജ്യവുമായി ബന്ധമില്ലാത്ത വിഷയമാണോ മണിപ്പൂരിൽ തുടരുന്ന കലാപം? നമ്മുടെ രാജ്യത്ത് ധനസ്ഥിതിയുമായി ബന്ധപ്പെടാത്ത കാര്യമാണോ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങൾക്ക് സോളാർ എനർജി വാങ്ങുന്നതിന് അദാനി 2092 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന ആരോപണം? ഇതൊക്കെ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ലേ? പാർലമെന്റ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ശ്രീ കൃഷ്ണദാസ്? നമ്മുടെ രാജ്യത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത വിഷയങ്ങളല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് അതിനുള്ള സമയവും സമയക്രമവും അതല്ലെങ്കിൽ അതിനുള്ള ദിവസവും സമയവും ഒക്കെ തീരുമാനിക്കേണ്ടത് പാർലമെന്റിനകത്ത് അതിന് നോട്ടീസ് കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള സമയക്രമം നോട്ടീസ് കൊടുക്കുന്നു. അദാനിയെ കുറിച്ച് ചർച്ച വേണം, മണിപ്പൂരിനെ കുറിച്ച് ചർച്ച വേണം, പറ്റില്ല എന്ന് ഏകപക്ഷീയ നിലപാടെടുക്കുകയാണ് സർക്കാർ. അവിടെയാണ് സ്പീക്കർ ഇത് പൂർണ്ണമായും തള്ളുന്നത്. അങ്ങനെയാണ് സഭ 4ാമത്തെ ദിവസവും സ്തംഭിക്കുന്നത്. നമ്മുടെ പാർലമെന്റ് ഒരു ദിവസം സമ്മേളിക്കുന്നതിന് പാവപ്പെട്ടവന്റെ ടാക്സ് നികുതി ഇനത്തിൽ നിന്ന് എത്ര ലക്ഷം രൂപയാണ്, എത്ര കോടി രൂപയാണ് ചിലവാക്കുന്നത്? എന്നിട്ടും സഭ 20 മിനിറ്റും 13 മിനിറ്റും വലിയ ബഹളത്തിൽ കലാശിക്കുകയാണ്. സർക്കാർ അത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവിടെ നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം പുറത്തുവരുമെന്ന ഭയമാണ് നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കാത്തതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അരുൺ, ഞാൻ എൻ്റെ ഭാഗമൊന്ന് പൂർത്തിയാക്കട്ടെ. അങ്ങേക്ക് നിരവധി ചോദ്യങ്ങളുണ്ടാകും, അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ആശയങ്ങളുണ്ടാകും, പ്രതിപക്ഷത്തിനും അതുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും പാർലമെൻറ്റിനകത്തും രാജ്യസഭയ്ക്കകത്തും നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അതിനൊരു ബിസിനസ് റൊട്ടീൻ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ കാര്യങ്ങൾ നടക്കൂ. ഇന്ന് രാവിലെ എണീറ്റ് നിങ്ങളൊരു വിഷയം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ശൂന്യവേളയിൽ അത് ഉന്നയിക്കാം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതൊരു അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ പാർലമെന്റിനകത്ത് നടക്കുന്ന മറ്റ് നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിലെ സർക്കാർ പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ അനുവദിച്ചിരിക്കുന്നു. എത്രയെത്ര അടിയന്തര പ്രമേയമാണ് കേരളത്തിലെ നിയമസഭ ചർച്ച ചെയ്തിരിക്കുന്നത്? അടിയന്തര പ്രമേയം ഏതടിയന്തര പ്രമേയം? കേരളത്തിൽ എത്ര അടിയന്തര പ്രമേയ സംസ്ഥാനത്തിൽ ചർച്ച ചെയ്തു? ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നത് കേരളത്തിലല്ലേ? ഏതടിയന്തര പ്രമേയം? ഒന്ന് സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ, മാത്യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അല്ലല്ല, അങ്ങനെ എപ്പോ കൊണ്ടുവന്ന അന്നാണോ ചർച്ച നടന്നത്? അന്ന് അതേ ദിവസം 12 മണിക്ക് ശേഷം 1 മണിക്ക് ശേഷം രാവിലെ കൊണ്ടുവരുന്നു, ഉച്ചയ്ക്ക് 1 മണിക്ക് ചർച്ച വഹിക്കുന്നു, 4 മണി 5 മണി വരെ പോകുന്നു, പ്രതിപക്ഷത്തിന് മറുപടി കൊടുത്ത് ആ ചർച്ച അവസാനിക്കുന്നു. അതല്ലേ സംഭവിക്കുന്നത്? അരുൺ,
കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അരുണിന് അറിയാമല്ലോ എന്നേക്കാൾ നന്നായി. എന്തായിരുന്നു പ്രതിപക്ഷം ചെയ്തത്? വാക്കൗട്ട് നടത്തുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടന്നു. അടിയന്തര പ്രമേയത്തിൽ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അല്ലെന്നേ, ഞാൻ അങ്ങനെ പോകല്ലേ, പോകല്ലേ. അങ്ങ് പറയുന്നത് കേട്ടാൽ അങ്ങ് പറയുന്നത് കേട്ടാൽ ഈ രാജ്യത്ത് അടിയന്തര പ്രമേയം പാർലമെന്റിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നുമേ കൊണ്ടുവന്നിട്ടില്ല എന്നാണല്ലോ ധരിക്കുക. അങ്ങനെയല്ല, അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട സമയവും സന്ദർഭവും തീരുമാനിക്കുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കർമാരാണ്. അതിന് സഭയുടെ തീരുമാനിക്കാത്തത് പി കൃഷ്ണദാസ്? മണിപ്പൂർ വിഷയത്തിൽ വേണ്ട, അദാനി വിഷയത്തിൽ വേണ്ട, സംഭാൽ വിഷയത്തിൽ വേണ്ട, എന്തുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കുന്നു? അങ്ങയുടെ ചോദ്യം മാത്രം മതിയെങ്കിൽ അല്ലല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നൽകാത്തത് എന്ന് ഉത്തരം പറയൂ. അല്ല, അങ്ങയുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സഭയ്ക്കകത്തൊരു വിഷയം കൊണ്ടുവരുമ്പോൾ, അങ്ങനെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കൊണ്ടുവരുന്ന വിഷയത്തിന് നിങ്ങൾ ഇന്ന് തന്നെ അടിയന്തര പ്രമേയം പരിഗണിക്കണം. ഇന്ന് പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭ നടത്താൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്ന് എടുത്തിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന്റെ ചട്ടം അനുസരിച്ച് അതാത് ദിവസങ്ങളിൽ നേരത്തെ ലിസ്റ്റ് ചെയ്യാത്ത വിഷയമാണല്ലോ അടിയന്തര പ്രമേയമായി വരുന്നത്. അതൊരു മാസം കഴിഞ്ഞ് ചർച്ച ചെയ്യാൻ പറ്റുമോ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്? അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ സഭാ നടപടികൾ കഴിഞ്ഞ ശേഷം ചർച്ച ചെയ്യാൻ സർക്കാർ പറഞ്ഞാൽ പ്രതിപക്ഷം സഹകരിക്കും. കൃഷ്ണദാസ്, അരുൺ, നിങ്ങളുടെ ഈ റിപ്പോർട്ടറിന്റെ അരമണിക്കൂർ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികൾ ലോകസഭയിലും രാജ്യസഭയിലും എടുക്കുന്ന നിലപാട് നിങ്ങൾ ഈ ചർച്ചയിൽ എടുക്കല്ലേ? ഇതൊരാകെ അരമണിക്കൂറിലേ ഉള്ളൂ. ഈ ചർച്ചയിൽ നിങ്ങൾ കാണിക്കുന്ന അസഹിഷ്ണുതയേക്കാൾ വലുതാണല്ലോ കോൺഗ്രസ്. എനിക്ക് അസഹിഷ്ണുത, എനിക്ക് ചോദ്യങ്ങളേ ഉള്ളൂ. അടിയന്തര പ്രമേയം പിന്നെ ഏത് ദിവസമാണ് ചർച്ചയ്ക്ക് എടുക്കുക? അത് അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ ശരി, ഒരാഴ്ച കഴിഞ്ഞ് ചർച്ച ചെയ്യാം എന്നൊരു ചർച്ചയെ നടന്നിട്ടില്ല നമ്മുടെ പാർലമെന്റിൽ. അങ്ങനെയല്ലെന്ന്. അത് നിയമസഭയ്ക്കകത്താണെങ്കിലും പാർലമെന്റിനകത്താണെങ്കിലും മറ്റ് നിയമസഭകളിലാണെങ്കിലും ഒക്കെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ അത് ചർച്ചക്കെടുക്കുന്ന സമയം തീരുമാനിക്കുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കറാണ്. അതൊരു പക്ഷേ അന്ന് നടത്താം, അല്ലെങ്കിൽ അതല്ലാത്ത വേറൊരു ദിവസം നിശ്ചയിച്ച് നടത്താം. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഇവിടെ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച്, വിഷയത്തെ സംബന്ധിച്ച് സ്പീക്കർമാർ അത് മറ്റൊരു ദിവസത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്കോ ആണെന്ന് കണ്ടാൽ, ഇനി അതല്ല മറ്റൊരു ദിവസം ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അതിലെന്താ കുഴപ്പമുള്ളതെന്ന് ഞാൻ കേരളത്തിലെ നിയമസഭയിൽ അടിയന്തര പ്രമേയം വിഷയങ്ങളിൽ മറ്റൊരു ദിവസം അടിയന്തര പ്രമേയ ചർച്ച നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ ഞാനതാ തിരിച്ചു ചോദിക്കുന്നത്. കേരളമടക്കമുള്ള നിയമസഭകളിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷങ്ങൾ കൊണ്ടുവരുന്ന പ്രമേയങ്ങളുടെ നോട്ടീസ് അതേ ദിവസം തന്നെ അംഗീകരിച്ച് എത്ര വിഷയങ്ങളുണ്ട്? അരുൺ നേരത്തെ പറഞ്ഞല്ലോ, ഈ നിയമസഭയാണ്, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയാണ് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകിയതും അത് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ള സെഷനിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നതും. അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ നിയമസഭാ രേഖ പരിശോധിക്കാം. ഞാൻ Debate with Dr. Arun Kumar.